ഞാൻ ഫാദർ ജോസഫ് ലൂക്കോസ് OCD, മഞ്ഞുമൽ കർമ്മലിത്ത സഭാംഗമാണ്. എൻ്റെ വീട് കൊല്ലം കുരീപ്പുഴയാണ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്. മൂത്ത സഹോദരിയും ഇളയ സഹോദരിയും. ഞാൻ ഏക മകനാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പച്ചനാണ് എന്നെ എൻ്റെ ഈ വൈദിക ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പച്ചൻ വലിയ ഒരു ദൈവഭക്തൻ എന്നതിലുപരി ഒരു ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. ഈശോയുടെ മുമ്പിൽ എപ്പോഴും ആയിരിക്കുകയും യേശു നമ്മോടൊപ്പമാണ്, എന്നാൽ നാം യേശുവിനോടൊപ്പം ആകുമ്പോഴാണ് ഈ ദിവ്യകാരുണ്യ അനുഭവം നമുക്കുണ്ടാകുന്നത്. ആ ഒരു പാഠമാണ് ഈ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചത്. അപ്പച്ചൻ ജോലി ചെയ്തത് പാർവതി മില്ലിലാണ്, കൊല്ലത്താണ് ജോലി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നടന്നാണ്, ഒരു 10-12 കിലോമീറ്റർ നടന്നാണ് ജോലിക്ക് വേണ്ടി കൊല്ലം ടൗണിലേക്ക് പോയിരുന്നത്. കൊല്ലം ടൗണിനടുത്തുള്ള തുയ്യം പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിക്ക് പോകുമായിരുന്നു. ഈ ദിവ്യബലി കഴിഞ്ഞ് മാത്രമേ അപ്പച്ചൻ ജോലിക്ക് പോകുമായിരുന്നുള്ളൂ. അതിനുശേഷം മടങ്ങി വരുമ്പോഴും വൈകിട്ട് അവിടെ ആരാധനയിൽ പങ്കുകൊണ്ടതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് നടന്നാണ് വരുന്നത്. എല്ലാ ദിവസവും ഈ 12 കിലോമീറ്റർ നടന്നാണ് പോവുകയും വരികയും ചെയ്തിരുന്നത്. അങ്ങനെ വലിയൊരു ത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു എൻ്റെ അപ്പച്ചനിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പച്ചൻ എപ്പോഴും പറയുമായിരുന്നു, ഈശോ തരുമെന്ന്. അപ്പോൾ അങ്ങനെ ഈ വലിയൊരു അനുഭവം, ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ ഈശോയിൽ വിശ്വസിക്കാനുള്ള ഒരു വലിയ പാഠമാണ് ആ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ കരിസ്മാറ്റിക്, അന്ന് 1970കളിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ വലിയ സജീവ സാന്നിധ്യമായിരുന്നു എൻ്റെ അപ്പച്ചൻ. ഒപ്പം തന്നെ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സഹായം നൽകുമായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ VT കുരീപ്പുഴ എൻ്റെ അപ്പച്ചനെക്കുറിച്ച് ചില ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ആ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നതാണ്, ഈ കൊല്ലത്തെ ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക് ധനസഹായവും ഉച്ചഭക്ഷണവും ഒക്കെ എൻ്റെ അപ്പച്ചൻ നൽകുമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി നന്മ ചെയ്യുന്ന അപ്പച്ചൻ തൻ്റെ യേശുവിന് ഒപ്പമായിരുന്നു കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ആ സജീവമായ വിശ്വാസത്തിൽ ജീവിച്ചതുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് ദത്തെടുക്കുവാൻ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ അച്ഛനാകാനായിട്ട് പോയപ്പോൾ ഒരു മകനായിരുന്നതുകൊണ്ട് കൊല്ലം രൂപതയിൽ എന്നെ സ്വീകരിച്ചില്ല. പിന്നീട് ഞാൻ കർമ്മലിത്ത സഭയിലേക്ക് ചെന്നു. അന്നത്തെ ദിവസം അച്ഛൻ ചോദിച്ചു, ഒരു മകനല്ലേ, വീട്ടിൽ 2 പെൺമക്കളൊക്കെ ഉണ്ട്, അപ്പോൾ കുടുംബമൊക്കെ നോക്കാനായിട്ട് ഈ മകൻ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛനോട് എൻ്റെ അപ്പച്ചൻ മറുപടി പറഞ്ഞത്, ഈശോ ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കോളും, അവൻ ബലിയർപ്പിക്കുന്ന യേശുവിനെ കയ്യിലെടുക്കുന്ന ഒരു വൈദികനാകാനാണ് എനിക്ക് ഇഷ്ടം എന്നാണ് ആ വൈദികനോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉത്തരം കേട്ടപ്പോൾ ആ വൈദികന് മറുത്തൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. എന്നെ ആ സഭയിലേക്ക് എടുക്കുകയായിരുന്നു. പിന്നീട് പോസ്റ്റലൻസി കാലത്ത് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. പോസ്റ്റലൻസി കാലത്ത് എനിക്ക് തിരിച്ചു വരണമെന്ന് തോന്നി. കാരണം എല്ലാവരും പറയും, ഒരു മോനാണ്, വീട്ടിലാര് നോക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ദുർബലപ്പെടുത്തിയപ്പോഴും ഞാനും അങ്ങനെ ചിന്തിച്ചു, ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, നിനക്കിഷ്ടമില്ലെങ്കിൽ പോകണ്ട, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പോകാനും പോകാതിരിക്കുവാനും. എന്നാൽ എൻ്റെ ആഗ്രഹം നീ നല്ല ഒരു യേശുവിനെ കയ്യിലെടുക്കുന്ന ഒരു വൈദികനാകണമെന്നാണ്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പോകാനുള്ള സമയം അടുത്തപ്പോൾ എനിക്ക് വീട്ടിൽ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. എന്തോ എൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു അനുഭവം, എന്നെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ തിരിച്ചു സെമിനാരിയിലേക്ക് വീണ്ടും ചേർന്നു. അപ്പോൾ ഇങ്ങനെ യേശുവിൻ്റെ
കൂടിയിരിക്കുന്ന ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഒരു വലിയ അനുഭവമാണ് എൻ്റെ അപ്പച്ചൻ എനിക്ക് നൽകുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനായിട്ട് എന്നെ നിർബന്ധിക്കുമായിരുന്നു. ഒപ്പം തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അപ്പച്ചൻ തന്നെ എന്നെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അശ്രദ്ധയോടെയൊക്കെ ഇരുന്നാലും നല്ല നുള്ളൊക്കെ ഇടയ്ക്ക് തരുമായിരുന്നു. അതേപോലെ തന്നെ വൈദികരെ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ അപ്പച്ചൻ എന്നോട് പറയുമായിരുന്നു, ഈ ദിവ്യബലിയിൽ വൈദികൻ്റെ പാപമെല്ലാം അവർ കഴുകിക്കളയുന്നു. ആ വെള്ളത്തിൽ അവർ പാപം എൻ്റെ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയണമേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ ആ വൈദികൻ്റെ പാപമെല്ലാം ഈശോ കഴുകിക്കളയുന്നു എന്ന് പറഞ്ഞ് എന്നെ വലിയ ബോധ്യത്തിലേക്ക് അപ്പച്ചൻ എന്നെ നയിക്കുമായിരുന്നു. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ഞാൻ വൈദികനായിട്ട് 29 വർഷമായി. ഞാൻ നിങ്ങളോട് എൻ്റെ ദിവ്യകാരുണ്യ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഞാൻ കുറേ നാൾ ഇറ്റലിയിലായിരുന്നു, പഠിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ തന്നെ ഒരു ദേവാലയത്തിൽ ബസിലിക്ക ഓഫ് സാൻ വാലന്റൈനിൽ അസിസ്റ്റൻ്റ് പാരിഷ് പ്രീസ്റ്റായിട്ട് കുറേ നാൾ ജോലി ചെയ്യാനിടയായി. അപ്പോൾ അവിടുത്തെ സുപ്പീരിയർ എന്നെ ഏൽപ്പിച്ചത് അവിടുത്തെ കരിസ്മാറ്റിക് ഗ്രൂപ്പിന് ഗൈഡ് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അവർ എല്ലാ ആഴ്ചയിലും വൈകിട്ട് 1 മണിക്കൂർ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, പാട്ടൊക്കെ പാടി. 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അവർ ഗിറ്റാറൊക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ പാടി നല്ല സജീവമായിട്ട് പ്രാർത്ഥനയൊക്കെ നയിക്കുമായിരുന്നു. ഞാൻ അവരുടെ കൂടെ കൂടുമായിരുന്നു. അതിനുശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആരാധന പള്ളിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ ആരാധന തുടങ്ങി. പക്ഷേ അധികം ആൾക്കാരൊന്നും ആരാധനയ്ക്ക് വരില്ലായിരുന്നു. അപ്പം കാരണം പിന്നെ അടുത്ത ദേവാലയങ്ങളിലൊക്കെ പകൽ മുഴുക്കെ ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ വന്നും പ്രാർത്ഥിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകമായ ആരാധനയ്ക്ക് പ്രത്യേകിച്ച് രാത്രി 9 മണിക്ക് രാത്രിയിൽ വരാനായിട്ട് ആളുകൾക്ക് അസൗകര്യമായതുകൊണ്ട് അവർ വരില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ആരാധനയോടൊപ്പം തന്നെ ഒരു ലിബറേഷൻ പ്രെയർ, ബന്ധന പ്രാർത്ഥനയും കൂടി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധന പ്രാർത്ഥന വെച്ചപ്പോൾ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങി. ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി, ഹീലിംഗ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഒത്തിരി ദൂരത്തു നിന്ന് തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ വരുമായിരുന്നു. ഈ ഹീലിംഗ് പ്രെയറിൻ്റെ സമയത്ത് ഞങ്ങൾ അച്ഛന്മാർ ഓരോ വ്യക്തികളും വരിയായി വന്ന് അതിനെ മുമ്പോട്ട് കുത്തി പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശങ്ങളൊക്കെ നൽകുമായിരുന്നു. അപ്പോൾ അവർക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി. ഒത്തിരി അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ഒത്തിരി പേരൊക്കെ വരുമായിരുന്നു. വലിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഒരു പ്രൊഫസറേഴ്സ് ഞങ്ങൾക്ക് പാട്ട് പാടാനും പിയാനോ വായിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കാനായിട്ട് വരുമായിരുന്നു. ഒരിക്കലും ഈ പ്രൊഫസറേഴ്സ് എന്നോട് പറഞ്ഞു, ഒരു സിഞ്ഞോറയ്ക്ക് വേണ്ടി അവരുടെ വീട്ടിൽ പോയി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതായത് അവരുടെ വത്തിക്കാൻ്റെ ഒഫീഷ്യൽ എക്സോസിസ്റ്റായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോത്തിൻ്റെ കൂടെ സഹായിച്ചിരുന്ന ഒരു സിഞ്ഞോറയായിരുന്നു. അവർക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള വലിയ കൃപയൊക്കെ ഉണ്ടായിരുന്നു. അവരങ്ങനെ ഒത്തിരി പേരെ സഹായിക്കുകയൊക്കെ ചെയ്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, വയസ്സായി, ഭയങ്കര ഭയമാണ്, എല്ലാത്തിനും പേടിപ്പെടുത്തുന്ന സ്വരങ്ങൾ കേൾക്കുന്നു, ഉറങ്ങാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഭയങ്കരമായ അസ്വസ്ഥതകൾ വീട്ടിലുണ്ട്. അതുകൊണ്ട് പോയി അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പ്രൊഫസറേഴ്സോട് പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് ഭയമാണ്, എനിക്ക് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇല്ല, അച്ഛന് വലിയ കൃപയൊക്കെ ഉണ്ട്, എന്നെ അവർ ഇങ്ങനെ കോൺഫിഡൻസ് തരികയായിരുന്നു. അല്ല, ഞങ്ങളും പ്രാർത്ഥിക്കാം, അച്ഛൻ വന്നാൽ മതി, പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആ സിഞ്ഞോറയ്ക്ക് വേണ്ടി ഒരു 2-3 ദിവസം ആരാധനയിലിരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഞാൻ നൈറ്റ് വിജിലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വലിയ ആശ്വാസവും വലിയ വിടുതലൊക്കെ ആ വ്യക്തിക്ക് ലഭിച്ചു. അത് ഞാനിന്ന് വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലിരുന്നുള്ള ആ ദിവികാരണത്തിന് മുമ്പിലിരുന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അപ്പോൾ കർത്താവിനോട് ഒപ്പമായിരിക്കും കർത്താവ് നമുക്ക് ഒത്തിരി കൃപ തരുന്നു. നീ തൊട്ടാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവത്തിൻ്റെ ശക്തി, കൃപ അവൻ്റെ ഒപ്പം ഇരുന്ന് നമ്മൾ ഏറ്റുവാങ്ങുമ്പോഴാണ്
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്ന വലിയ ബോധ്യം തന്നു. ഞാനൊന്നുമല്ല, ഞാനൊരു നികഷ്ടജീവിയാണ്. പക്ഷേ ഞാനാകുന്ന പാത്രം ഒഴിയുമ്പോഴാണ്, ഒഴിഞ്ഞ പാത്രത്തിലേക്കാണ് ദൈവം കൃപയാകുന്ന വെള്ളം ഒത്തിരി നിറയ്ക്കുന്നത്. അപ്പോൾ ഒഴിഞ്ഞ കരങ്ങളോടെ നിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ ബോധ്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ കുർബാനയിൽ ശക്തമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറുതെ ആവില്ല. നിനക്ക് വെളിപ്പെടുത്തലുകളും വെളിപാടുകളും കർത്താവ് തരും, നിന്നെ ശക്തിപ്പെടുത്തും. നീ തൊട്ടാൽ സൗഖ്യത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകും. അത് എൻ്റെ ഒരു ബോധ്യമാണ്, ഒരു അനുഭവമാണ്. അപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ, കേരളത്തിലുള്ള ഒരു സിസ്റ്ററാണ്, സിസ്റ്റർ ഒരു നേഴ്സാണ്. ഒപ്പം തന്നെ ആയുർവേദമൊക്കെ അറിയാം. നിങ്ങളുടെ കൈത്തണ്ടയിൽ തൊട്ടിട്ട് സിസ്റ്റർ പറയും നിങ്ങൾക്ക് എന്തെല്ലാം രോഗമുണ്ടെന്ന് പറയാനായിട്ട് സിസ്റ്ററിന് കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ കൃപയുള്ള ഒരു സിസ്റ്ററാണ്. ഈ സിസ്റ്ററിനെ അവരുടെ സ്കൂളിൻ്റെ ചാർജായിട്ട് മദർ ജനറൽ ഏൽപ്പിച്ചു. പക്ഷേ ഇങ്ങനെ ഏൽപ്പിച്ചപ്പോൾ ജൂനിയേഴ്സിനൊക്കെ ഭയങ്കര പരാതിയായിരുന്നു. നേഴ്സായ ഒരു സിസ്റ്ററിനെ എന്തുകൊണ്ടാണ് സ്കൂൾ ഏൽപ്പിക്കുന്നത്? ഞങ്ങൾക്ക് MA BA ഒക്കെ B.Ed ഒക്കെ പഠിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ചാൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതിയായിരുന്നു. എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് അവിടുത്തെ ബിഷപ്പ് പറഞ്ഞു ഈ സിസ്റ്ററിനെ എൻ്റെ ഡയസിസിൽ വേണ്ട, ഇപ്പം തന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ മദർ ജനറൽ ആ സിസ്റ്ററിനെ ഇറ്റലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധിതയായി. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സിസ്റ്റർ ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലിയിലേക്ക് പോയത് അവരുടെ മദർ ഹൗസിലേക്കാണ്. മദർ ഹൗസിലേക്ക് പോയ സിസ്റ്ററിനെ ജൂനിയേഴ്സും മറ്റ് സിസ്റ്റേഴ്സും ഒക്കെ അവജ്ഞയോടുകൂടിയാണ്, എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയുള്ള ഒരു കുറ്റക്കാരിയെ പോലെയാണ് സിസ്റ്ററിനെ കണ്ടത്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ വരുമ്പോൾ അവർ വഴിമാറി നടക്കുമായിരുന്നു, ആരും സംസാരിക്കില്ലായിരുന്നു, ഒറ്റപ്പെടുത്തുമായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നാൽ അവരൊന്നും ഇല്ല, അവരൊക്കെ എഴുന്നേറ്റ് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഭയങ്കര വിഷമമാണ്, ഞാൻ കൊണ്ടുവന്ന കൊച്ചു സിസ്റ്റേഴ്സ് പോലും എന്നെ അവഗണിക്കുന്നു, എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരായ 2 സിസ്റ്റേഴ്സിനോട് നമ്പറൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ സിസ്റ്ററിനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണം, കാരണം ആരും ഒന്നും സംസാരിക്കുന്നില്ല, കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് എനിക്കറിയാം, ഇറ്റലിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും, പക്ഷേ അത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, വിഷമമാണ്. അത് ഓർക്കുമ്പോൾ തന്നെ എങ്ങോട്ടാണ് പോകുന്നത്, ആരായിരിക്കും കമ്മ്യൂണിറ്റി, ഇനിയിപ്പോൾ അവിടെ ചെന്നാൽ എന്തായിരിക്കും എന്നുള്ള ഭയങ്കര വിഷമം. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറയണം ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെന്ത് പറയാൻ, എനിക്കെന്നെ അറിയാൻ പറ്റും സിസ്റ്ററിനുള്ള ട്രാൻസ്ഫർ എനിക്ക് തരാൻ പറ്റും, എനിക്കറിഞ്ഞൂടാ, ഞാനിത് ഇറ്റ്സ് എ ഇമ്പോസിബിൾ ടാസ്ക് എന്നേ പറഞ്ഞു. ഇല്ല, അച്ഛൻ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അച്ഛന് കർത്താവ് വെളിപ്പെടുത്തി തരും, എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം അവർക്ക് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോളണ്ടിലൊക്കെ ഹൗസ് ഉണ്ട്, അത് എവിടേക്ക് പോകണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ, അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ സിസ്റ്റർ വലിയൊരു ദുഃഖത്തിൽ, വേദനയിലാണ്, ആകാംക്ഷയിലാണ്, ഭാവി എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അൺസർട്ടനിറ്റിയിലാണ്. അപ്പോൾ കർത്താവ് ഒരു കൃപ കൊടുക്കുന്നതിന് ഞാൻ കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ച ഈ ഒരു ഇൻറ്റൻഷനോടുകൂടി തന്നെ ഞാൻ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒരു വെളിപാട് കിട്ടി. അപ്പോൾ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ സ്റ്റെയിൻ ഗ്ലാസ് ഇട്ട ഒരു തറയിൽ നിന്ന് മോള് വരെ സ്റ്റെയിൻ ഗ്ലാസ് ഇട്ട ഒരു
രൂപങ്ങൾ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള സെയിം ക്ലാസ് ഇട്ട ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഹൗസിലേക്കായിരിക്കും സിസ്റ്റർ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒരു ഹൗസ് ഞങ്ങൾക്കില്ല, എങ്ങുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് കിട്ടിയ ഒരു വെളിപ്പെടുത്തൽ അങ്ങനെയാണ്, അങ്ങനെ ഒരു ഹൗസിലേക്കാണ് സിസ്റ്റർ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ കുരിശിൽ കയറുന്നതാണ്, കുരിശ് മരണമാണ് യഥാർത്ഥത്തിൽ മഹത്വം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ കുരിശ് മരണം കഴിഞ്ഞ് ഇനി ഉദ്ധാനമാണ്, ഇനി മഹത്വപ്പെടലാണ്. സിസ്റ്ററിനെ എല്ലാവരും ചവിട്ടിത്തേച്ചു എന്ന് സിസ്റ്ററിന് ഇപ്പോൾ തോന്നുന്നെങ്കിലും തീർച്ചയായിട്ടും വലിയ ഒരു മഹത്വം, അംഗീകാരം സിസ്റ്ററിന് ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടാ, നമ്മളെല്ലാവരും ചവിട്ടിത്തിരിക്കുന്നത് എനിക്കെന്ത് അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കതിൽ വിശ്വാസമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു കണ്ട് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ അനുഭവിച്ച് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ കുർബാനയ്ക്ക് ശേഷം നടന്ന സംഭവങ്ങൾ ഞാൻ ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം സിസ്റ്ററിന് പോളണ്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അവിടുത്തെ ചാപ്പലിൽ താഴെ നിന്ന് മുകളിൽ വരെ സ്റ്റെയിൻ ഗ്ലാസ് ഇട്ട ഒരു വാതിലുണ്ട് ആ സ്ഥലത്ത് തന്നെ. അപ്പോൾ യേശു വെളിപ്പെടുത്തിയ സ്ഥലത്തേക്ക് തന്നെയാണ് സിസ്റ്ററിന് ട്രാൻസ്ഫർ കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ച് നിയതമായ ഒരു പദ്ധതിയുണ്ട്. നിൻ്റെ പേരെൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിയിരിക്കുന്നു, നിന്നെ ഞാൻ എവിടെ പോയാൽ നിനക്ക് മുമ്പേ ഞാൻ പോകും, നിൻ്റെ പാത ഞാൻ വെട്ടിയൊരുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രാപ്തമായ വചനങ്ങളാണ് കർത്താവ് നമ്മളോട് പറയുക. എന്തൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളിലുമൊക്കെ സിസ്റ്ററിനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കൊടുത്തു, പക്ഷേ അതിനതീതമായിട്ട് നിൽക്കുവാനും ജീവിക്കുവാനുള്ള കൃപ കൂടി കർത്താവ് കൊടുത്തു. മാത്രമല്ല ഒത്തിരി വിഷമം ഉണ്ടായപ്പോൾ ആ വിഷമത്തെ അതിജീവിക്കുവാനായിട്ട് ഒരു വെളിപ്പെടുത്തൽ കൂടി, ഒരു അഫർമേഷൻ കൂടി കർത്താവ് കൊടുക്കുകയാണ്. നീ പേടിക്കേണ്ട, നീ സംരക്ഷിക്കപ്പെടും, നിന്നോടുകൂടെ ഞാൻ എപ്പോഴും ഉണ്ട് എന്നുള്ള വലിയ ഒരു അഷ്വറൻസാണ് കർത്താവ് ആ സിസ്റ്ററിന് കൊടുത്തത്. സിസ്റ്ററിൻ്റെ ഈ കോൺവെൻറ്റ് 100 ബെഡുള്ള ഒരു ആതുരാലയമായിരുന്നു. സിസ്റ്ററുടെ സുസ്ഥിരമായ സേവനം കണ്ടിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ അവർ വലിയൊരു രാജ്യത്തിൻ്റെ വലിയൊരു അവാർഡ് സിസ്റ്ററിന് നൽകി. ആ അവാർഡിൽ പങ്കെടുക്കാനായിട്ട് വന്നതും അവിടുത്തെ ആർച്ച് ബിഷപ്പും മറ്റ് വലിയ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് സിസ്റ്ററിന് ഈ രാജ്യത്തിൻ്റെ ആദരം ലഭിച്ചത്. അപ്പോൾ ഒരു വശത്ത് മറ്റുള്ളവർ നമ്മെ തിരസ്കരിക്കുമ്പോൾ ദൈവം മറുവശത്ത് നമ്മെ ഉയർത്തുന്നു. ഒരിക്കലും ദൈവം നമ്മെ തിരസ്കരിക്കുന്നില്ല, വിട്ടുകളയുന്നില്ല എന്ന് വലിയൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവരെ കർത്താവ് കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നു. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് വളരുവാനായിട്ട് ഈ ഒരു അനുഭവം എന്നെ സഹായിച്ചു. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്, എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി തീരുന്ന ഗുരുനാഥന്, അൾത്താരയിൽ വരും തിരുനാഥന്, അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും, മാലാഖമാർ ചേർന്ന് പാടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ദൈവം സർവ്വതും നന്മയ്ക്കായി ഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിൻ്റെ ജീവിതത്തിൽ ദുഃഖവും വേദനയും തിരസ്കരണവും സ്വാഭാവികമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ജീവിതമായാൽ ദുഃഖമുണ്ടാവും, ക്ഷയമുണ്ടാവും, വൃദ്ധിയുണ്ടാകും, ആരോഗ്യം ക്ഷയിക്കും, രോഗമുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ നിൻ്റെ ഈ അനുഭവങ്ങളെ നീ എങ്ങനെ നോക്കിക്കാണുന്നു, നീ എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്, അവൻ്റെ സന്നിധിയിൽ അടുത്തിരിക്കുമ്പോഴാണ്
ദിവ്യകാരുണ്യത്തോടൊപ്പം ഇരിക്കുമ്പോഴാണ് നിൻ്റെ നിഷേധാത്മകമായ ഋണാത്മകമായ അനുഭവങ്ങളെയൊക്കെ ഭാവാത്മകമായി കാണുവാനും വിശദീകരിക്കുവാനും നിനക്ക് സാധിക്കുക. നിൻ്റെ വിശദീകരണമാണ് നിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. നിൻ്റെ വിശദീകരണമാണ് നിൻ്റെ വിഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നീ മറ്റുള്ളവർക്ക് നൽകുന്ന ഉൾക്കാഴ്ച എന്ന് പറയുന്നത് നീ എങ്ങനെ നിൻ്റെ ജീവിതത്തെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഭാവാത്മകമായ നിൻ്റെ ജീവിതത്തെ നിഷേധാത്മക അനുഭവങ്ങളെ വിശദീകരിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനായിട്ട് സാധിക്കണം. എനിക്കും ഈയിടെ ഒത്തിരി നിഷേധാത്മകമായ അനുഭവങ്ങളുണ്ടായി. നിഷേധാത്മകമായിട്ട് എന്നോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടായപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ചു പോയി. അതിനുശേഷം എനിക്കൊരു ശിക്ഷയും ശിക്ഷണമൊക്കെ ലഭിച്ചു. 6 മാസത്തേക്ക് എനിക്ക് നീ മിനിസ്ട്രി ഒന്നും ചെയ്യണ്ട എന്ന് പ്രൊവിൻഷ്യൽ എന്നോട് പറഞ്ഞു. ഇന്ന് സ്വസ്ഥമായിട്ട് ഈ മോണസ്ട്രിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ ഒരു ശിക്ഷണം കിട്ടിയപ്പോൾ. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കൂടുതലും വളരുവാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന ഒരു ഉപാധിയാക്കി മാറ്റുവാനായിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാനായിട്ട് എനിക്ക് സാധിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുന്നു, കുരിശിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, ഞാൻ തുപ്പും ചവിട്ടുമൊക്കെ ഏറ്റു, അടിയേറ്റു, എല്ലാവരും പരിഹസിക്കപ്പെട്ടു, അത് നീ ധ്യാനിക്കുന്നു. പക്ഷേ നിനക്കൊരു ചെറിയ ദുഃഖവും വേദന ഉണ്ടായപ്പോൾ നീ പരാതി പറയുന്നു. അപ്പോൾ യേശു എന്നെ അവിടെ ചലഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കുരിശെടുത്തുകൊണ്ട് നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ് യേശു എന്നോട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ കർത്താവിനെ കൂദാശ ചെയ്യുന്ന ഒരു വൈദികനായിട്ട് മാറുവാനായിട്ട് ഞാൻ വിളിക്കപ്പെട്ടു. പക്ഷേ യേശുവിൻ്റെ കുരിശെടുക്കുവാനായിട്ട് ഞാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നു. അത് കുരിശെടുക്കാനായിട്ട് ഞാൻ പഠിക്കണം എന്ന് യേശു എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ബോധ്യങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ തിരസ്കരണത്തെയും ആ ദുഃഖത്തെയൊക്കെ അതിജീവിക്കുവാനുള്ള വലിയൊരു കൃപ കർത്താവ് എനിക്ക് തന്നു. അത് എൻ്റെ വലിയൊരു ദിവ്യകാരുണ്യ അനുഭവമാണ്. ഈ ദിവ്യകാരുണ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർ മാറ്റി നിർത്തുമ്പോഴും തിരസ്കരിക്കുമ്പോഴൊക്കെ അതിനതീതമായിട്ട് നിൽക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അതീതമായി. ഒത്തിരി പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയും, ചീത്ത പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പോലും അതീതമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കാനായി, മറ്റുള്ളവർക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ അവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുക. യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്, കർത്താവിൻ്റെ അടുത്ത് ഇരുന്ന് ധ്യാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിൻ്റെ ജീവിതത്തെ ഭാവാത്മകമാക്കാനായിട്ട് നിനക്ക് സാധിക്കുക എന്നുള്ള വലിയൊരു ബോധ്യമാണ് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ വഴി, ശിക്ഷണം വഴി പോലും എനിക്ക് ലഭിച്ചത്. എൻ്റെ അപ്പച്ചൻ സ്വപ്നം കണ്ടതുപോലെ യേശുവിനെ വാഴ്ത്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, യേശുവിനെ അടുത്ത് അനുധാവനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തീരുവാനുള്ള വലിയ കൃപ കർത്താവ് വീണ്ടും വീണ്ടും എനിക്ക് തരുകയാണ്. അപ്പോൾ യേശുവിനെ കൂടുതൽ അനുഭവിച്ച് അറിയാനായിട്ട്, അപ്പോൾ ഇന്നത്തെ ആൾക്കാരും യേശു അനുഭവമാണ് ചോദിക്കുന്നത്. ദൈവാനുഭവമുള്ളവരെയാണ് എല്ലാവർക്കും ആവശ്യം. ദൈവാനുഭവം പങ്കുവയ്ക്കുന്നവരെയാണ് എല്ലാവരും. അപ്പോൾ ഈശോയുടെ ആ കൂദാശയിൽ അടുത്തിരിക്കുമ്പോഴാണ് ആ അനുഭവം നമുക്കുണ്ടാവുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഭാരം വഹിക്കുന്നവരും ക്ലേശിതരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. യേശുവിൻ്റെ ആശ്വാസം ലഭിക്കുമ്പോൾ, അവൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ്, ആ അനുഭവം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും കൃപ നൽകുവാനും നമുക്ക് സാധിക്കുക. ആ ഒരു അനുഭവമാണ് എൻ്റെ നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെയും കർത്താവ് എന്നെ വളർത്തിയത്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും സമർപ്പിതർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
സ്നേഹമേ